ഞാനൊരു മകനല്ലേ സർ? എന്നെ പ്രസവിച്ച അമ്മയെ കൊന്നവളുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ചിരിക്കും, എങ്ങനെ ഡയലോഗ് പറയും? ക്ഷമിക്കണം സർ, എനിക്കതിന് കഴിയില്ല. നീലിന്റെ മനസ്സിലെ സങ്കടം എനിക്കറിയാം. ഒരു മകന്റെ വേദനയും എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ പ്രൊഡ്യൂസർ അവളോട് പണം വാങ്ങി കരാർ ഒപ്പിട്ട് പോയി. എന്റെ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറിന്റെയും ഇന്ന് വരെ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ലക്ഷങ്ങളും കോടികളും ലാഭം നേടിയിട്ടേ ഉള്ളൂ. അത് വിശ്വസിച്ച ബോബിച്ചായൻ ആ പെൺകുട്ടിയോട് പണം വാങ്ങി എഗ്രിമെന്റ് ഒപ്പിട്ടത്. സർ, മറ്റൊരു നടനെ വെച്ച് ഈ സിനിമ പൂർത്തിയാക്കാനും അത് ഹിറ്റാക്കാനും സാറിന് കഴിയും. പക്ഷേ അമ്മയോടുള്ള എന്റെ സ്നേഹത്തിന് മുന്നിൽ മറ്റൊന്നും എനിക്ക് വിലപ്പെട്ടതല്ല സർ. സർ, സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ തിരിച്ചു പോവാ. സർ, ഏട്ടൻ അഭിനയിക്കും. സ്വാതി, ഏട്ടാ, സാർ നേരത്തെ പറഞ്ഞത് ഏട്ടൻ ഓർമ്മയില്ലേ? ഇവിടെ തോൽക്കാൻ തീരുമാനിച്ച ഏട്ടൻ മാത്രമേ തോൽക്കൂന്ന്. ഏട്ടൻ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം. വേദിക്ക് മുമ്പിൽ തോറ്റു മടങ്ങാനല്ല നമ്മൾ ഇവിടേക്ക് വന്നത്. ഏട്ടൻ അവൾക്ക് മുമ്പിൽ ജയിക്കണം. അതെന്റെ വാശിയാണ്. അതിന് ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചേ പറ്റൂ. നീൽ, ഈ കുട്ടി മിടുക്കിയ, എത്ര പ്രായോഗിക ബുദ്ധിയോടെയാ സംസാരിക്കുന്നത്. ഇതുപോലൊരു ഭാര്യയുള്ളപ്പോ നിങ്ങൾ ഒരിടത്തും തോൽക്കില്ല. നീൽ, തോൽക്കാൻ ഒരു നിമിഷം മതി. പക്ഷെ ജയിക്കാൻ ചിലപ്പോ ഒരായുസ് തന്നെ വേണ്ടിവരും. എന്നാലും ശത്രുക്കൾക്ക് മുന്നിൽ ജയിക്കുന്നതിന്റെ ആനന്ദം അതൊന്ന് വേറെയാ. അതുമാത്രം താൻ ഓർത്താ മതി. എടോ, താനൊരു ഹീറോയാണ്. എന്തു പറയുന്നു? തുടങ്ങയല്ലേ? ഏട്ടാ, സാറിന്റെ കൈപിടിച്ച് സമ്മതമൊന്ന് പറയേട്ടാ. ഏട്ടാ, ഞാൻ പറഞ്ഞ ഏട്ടൻ കേക്കില്ലേ? സാറ് പറഞ്ഞതാ ശരി. എനിക്കിവിടെ ജയിച്ചേ പറ്റൂ. ഗുഡ്. ഇപ്പോഴാടോ താൻ നായകനായത്. പോയി റെഡിയായി വാ. ശരി സർ. ഞാനില്ലോടോ കൂടെ. ധൈര്യമായിട്ട് ചെല്ല്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സ്വാതി, വാ. സ്വാതി, യഥാർത്ഥ നായിക സ്വാതി തന്നെയാ. താങ്ക് യു സർ. എന്തായി സാറേ, അവൻ സമ്മതിച്ചോ? സമ്മതിച്ചു. അവൻ നായകനാച്ചായ. കർത്താവേ, കാത്തു. അപ്പൊ തുടങ്ങാല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. എങ്കിൽ സാറ് വന്നേ. താഴെ കളയാതെ കുഞ്ഞെ.
തുറക്കടാ. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യടാ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. അടി കൊണ്ടത് എനിക്കല്ലേ, പിന്നെ എന്തിനാ അമ്മ കരയുന്നേ? എന്റെ മോനെ, നിന്റെ ഈ മുഖം കാണുമ്പോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. പാവം ഗൗരിക്ക് നന്ദിനിക്ക് എല്ലാം ഇടി കിട്ടി. എന്നാലും എന്ത് നല്ല മുഖമായിരുന്നടാ നിന്റെ. അയ്യോ നിന്റെ മൂക്കൊക്കെ ഇങ്ങനെ ആയി പോയല്ലോടാ. അയ്യോ ഞാനത് എങ്ങനെ സഹിക്കും എന്റെ ദൈവത്തെ. ഭാനുമതി, നീയും കൂടെ അവനിങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മഹേഷിട്ട ഇതൊക്കെ? ആണോ? നീ എല്ലാം ഗിരിക്കുവാണെന്ന് പറ്റിയെങ്കിൽ മഹേഷിട്ട് സഹിക്കുവോ? എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. സ്വാതി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് മഹേഷേട്ടൻ ഇതുവരെ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കെങ്കിലും ചെയ്തോ? സങ്കടമുണ്ട് മഹേഷേട്ടാ, സങ്കടമുണ്ട്. ഞാൻ അവളെ പലതവണ വിളിച്ചു, കിട്ടുന്നില്ല. കിട്ടില്ല. അവക്കറിയാം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടേ അവള് മനഃപൂർവ്വം എടുക്കാത്തതാ. അമ്മേ അങ്ങനൊന്നും പറയാതെ, വല്യച്ഛന് സങ്കടാവും. അയ്യോടാ, കണ്ടില്ലേ ഇപ്പോഴും നിങ്ങൾക്ക് വിഷമാവെന്ന് വിചാരിച്ച അവന്റെ സങ്കടം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭാനുമതി. നന്ദിനിക്കും ഗൗരിക്കും വേണ്ടിയിട്ടാ രാജീവ് ഇത്രയും തല്ലുകൊണ്ടത്. അതെനിക്കറിയാം. എന്തായാലും സ്വാതി ഒന്ന് വരട്ടെ. ഇതിനുള്ള മറുപടി അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പോരെ? അയ്യോടാ. അമ്മേ എന്താടാ? എനിക്ക് തല്ല് കിട്ടി, കാര്യം ശരി തന്നെ. പക്ഷേ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്നുവെച്ചാ എന്റെ അമ്മേ, ഈ സംഭവത്തോടു കൂടി ഇവിടെ എല്ലാവർക്കും എന്നോടൊരു താല്പര്യം കൂടിയിട്ടുണ്ട്. അതമ്മ ശ്രദ്ധിച്ചോ? അതെങ്ങനാ? അവളുമാർക്ക് കിട്ടേണ്ട അടിയെല്ലാം കൂടെ നീയല്ലേ വാങ്ങിച്ചു കൂട്ടിയത്? അതുകൊണ്ടായിരിക്കും. അതെ, അത് തന്നെ കാരണം. പക്ഷേ ഇത് വെച്ച് ഞാൻ ഇവിടെ ഒരു നുഴഞ്ഞുകയറ്റം നടത്തും, ഇവിടത്തെ ബിസിനസ്സില്. അമ്മ നോക്കിക്കോ, അടി കിട്ടിയതിന്റെ സഹതാപം ഞാൻ അങ്ങനെ മുതലാക്കും. അത് തന്നെയാ വേണ്ടത്. ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടാനില്ല. സ്വാതിയടത്തേക്കെതിരെ പ്രയോഗിക്കാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ സംഭവം. അതെ, ഇതുവരെ കളിച്ച കളിയിലെല്ലാം വിജയം അവളുടെ പക്ഷത്തായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അവളെ തറപറ്റിക്കും. ഇപ്പം മുകളിൽ കരഞ്ഞു നിലവിളിക്കുന്ന ആ സാധനമില്ലേ, രാജീവേട്ടന്റെ അമ്മ, അതൊരൊന്നൊന്നര ഐറ്റവാ. അവരിവിടെ പൂരപ്പറമ്പാക്കും. ആ പൂരത്തിന്റെ വെടിക്കെട്ടിന് തിരി കൊളുത്താനുള്ള അവകാശം ഗൗരിയച്ചിക്കുണ്ട്. ഗൗരിയച്ചിയുടെ ഭർത്താവാണല്ലോ ഈ കണ്ട അടിയത്രയും കൊണ്ടത്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ഇവിടെ തിരി കൊളുത്താൻ ഗൗരിയച്ചി മതി. സ്വന്തം മകന്റെ മൂക്കും ചുണ്ടും പൊട്ടി ചോര ഒലിക്കുന്നത് കണ്ടപ്പോ തന്നെ ഭ്രാന്ത് കയറി ഇരിക്കുവാ ഭാനുമതി. ഈ സമയത്തെങ്ങാനും സ്വാതി ഇങ്ങോട്ട് വന്ന് കേറിയ അവളെ ആ തള്ള വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. ഈശ്വരാ, അതൊന്ന് കണ്ടാ മതിയായിരുന്നു. ഇത്തവണ ആനക്കുട്ടി അടിതെറ്റി വീഴൂ ഗൗരിച്ചി. വീഴണം നന്ദിനി, ഇല്ലെങ്കിൽ നമ്മൾ അവളെ വീഴ്ത്തും. അതിനുള്ള മരുന്നേ മുകളിലിരിക്കുന്ന തള്ളയ്ക്ക് ഞാൻ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഈ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും സ്വാതിയടത്തിയും നമ്മൾ തമ്മിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കാര്യം ഗുരുതരം തന്നെയാ. അവർ വന്നിറങ്ങുന്ന നിമിഷം ഭാനുമതി അമ്മ ചാടി വീണവരെ ആക്രമിക്കണം. ഇത്തവണ വല്യച്ഛന്റെ മനസ്സും ആകെയൊന്ന് ഒലഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഏത് കാര്യത്തിനും സ്വാതിയേച്ചി സംരക്ഷിച്ചിരുന്നത് വല്യച്ഛനല്ലേ? ആ വല്യച്ഛനെ വേണം ഇതിലൂടെ സ്വാതിയടത്തേക്കെതിരെ തിരിക്കാൻ. അത് ഞാൻ ഏറ്റു. ഇന്നലെ വരെ വല്യച്ഛന്റെ മനസ്സിൽ അവള് നമ്മളെ ചവിട്ടി തേച്ചു. അതേ വല്യച്ഛൻ അവളെ ഇന്ന് വലിച്ചു കീറി ചോദ്യം ചെയ്യും. എന്തായാലും തിരിച്ചു വരുമ്പോ സ്വാതിക്ക് ഈ വീട്ടിൽ നേരിടേണ്ടി വരുന്നതേ ഒരു അഗ്നിപരീക്ഷണം തന്നെ ആവണം. അവളതില് കത്തി ഉരുകണം. ഓർക്കുമ്പോ ഒരു വല്ലാത്ത സുഖം തോന്നുന്നു നന്ദിനി. ഈ വീട്ടിലെ സ്വാതിയുടെ അധികാരത്തിന്റെ തകർച്ചയാ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. സ്വാതിയുടെ തകർച്ച.
രാജീവേട്ടാ ഒന്ന് എഴുന്നേറ്റേ. ദേ ഈ മരുന്നൊന്ന് കഴിച്ചേ. അവിടെ വെച്ചേക്ക് ഗൗരി, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, ഇത് വേദനയ്ക്കുള്ള മരുന്നാ. അമ്മ ഒന്ന് എണീക്കാൻ പറയാമേ. മോനെ എഴുന്നേക്കട. മരുന്ന് കഴിക്കാതെ എങ്ങനെയാടാ മോനെ ഈ വേദനയൊക്കെ പോകുന്നത്? അമ്മ പറയുന്ന കേക്ക് മോനെ. എഴുന്നേക്ക് രാജീവേട്ടാ. വാ എഴുന്നേക്ക് മോനെ. അയ്യോ പതുക്കെ 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 പതുക്കെ. ഇരുന്നു ഇരിക്കെ. ഇങ്ങടെ മോളെ ദാ മോനെ. ആ പതുക്കെ പതുക്കെ. ഓ ആ മതിയോ മോനെ? എടി ബാനു, ഓ നമുക്കൊന്നെ തിരിച്ചു പോണം. നിങ്ങൾ എന്ത് വർത്താനം മനുഷ്യ പറയുന്നേ? എന്റെ കുഞ്ഞ് ഈ അവസ്ഥ കിടക്കുന്ന കണ്ടിട്ട് തിരിച്ചു പോകാനോ? കണ്ണി ചോരണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? എടി അതിന് നമ്മൾ ഒറ്റയ്ക്കല്ലോ പോകുന്നേ, പിന്നെ? ഇവരെയും കൊണ്ടല്ലേ പോകുന്നത്. ഗൗരി മോളെ, നീ വേഗം റെഡിയാവും, നമുക്ക് ഉടനെ പോവാം. ഡാ, ഞാൻ താഴെ ചെന്ന് എല്ലാവരോടും വിവരം പറയാൻ പോവാ. ഇനി തർക്കിക്കാൻ നിൽക്കരുത്. അച്ഛാ, എന്താ മോളെ? ഞാൻ പറയുന്നോണ്ടൊന്നും അച്ഛന് തോന്നരുത്. രാജീവേട്ടന് ഇവിടെ എന്ത് കുറവാ ഉള്ളത്? അയ്യോ മോളെ, ഇവിടെ അങ്ങനെ ഒരു കുറവുള്ളത് കൊണ്ടല്ല അച്ഛൻ അങ്ങനെ പറഞ്ഞത്. പിന്നെന്താ, കൂടുതലുള്ളത് കൊണ്ടാണോ? അല്ല പിന്നെ. ബാനു, നീ ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് ഇവനെ നോക്കാൻ എത്ര ദിവസം ഇവിടെ നിൽക്കാൻ പറ്റും? അച്ഛാ, അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലായി. എന്റെ വിഷമം അച്ഛനും മനസ്സിലാക്കണം. മോളെ, അതുകൊണ്ടല്ലേ നിന്നോട് കൂടെ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞത്. അയ്യോ, അത് പറ്റില്ല അച്ഛാ. എന്താ പറഞ്ഞത്? ഞാനും രാജീവേട്ടനും ഉടനെ അങ്ങോട്ട് വരുന്ന കാര്യം ബുദ്ധിമുട്ടാ. മോളെ, അവൻ ഞങ്ങളുടെ മകനാ, അത് മറക്കരുത്. അത് ഞാൻ മറന്നിട്ടില്ല അച്ഛാ. പക്ഷേ രാജീവേട്ടൻ എന്റെ ഭർത്താവാ. അതെന്താ അച്ഛൻ മറന്നു പോകുന്നത്? വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യം നോക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ? അതല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാ അത് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അതെ, അത് നിന്റെ കടമ തന്നെയാ. പക്ഷേ നീ ചെയ്യേണ്ടത് ഇവിടെ നിന്നല്ല, സ്വന്തം ഭർത്താവിന്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിച്ചുകൊണ്ടാ. എന്തിനാ അച്ഛാ എന്റെ പേരിൽ ഇങ്ങനെ വഴക്കിടുന്നേ? ആ എവിടെ ആയാലും ചികിത്സ നന്നായിട്ട് നോക്കിയാ പോരെ? അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ കൂടെ കുറച്ചു ദിവസം നിന്നാ എന്താ കുഴപ്പം? എടാ, നീ ഇങ്ങനെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് എന്നെ കാരണം. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഇപ്പൊ എന്റെ ഭർത്താവിനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. രാജീവേട്ടന് അപകടം ഉണ്ടായത് ഈ വീട്ടിൽ വെച്ചാ. അതിന് കാരണക്കാരായവര് ഇതിന് സമാധാനം ഉണ്ടാക്കും വരെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. എന്റെ ഏട്ടനെ ഞാൻ നോക്കും. സതുവേട്ടാ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനിയിപ്പോ നമ്മുടെ വീടും അവന്റെ വീടെന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കാതെ ഇതിന് കാരണക്കാരായവരെ വിളിച്ച് 4 വർത്താനം പറയാ വേണ്ടത്. അല്ല പിന്നെ. എന്തായാലും ഇതിന്റെ രണ്ടിലൊന്നറിയാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. മോനെ, നീ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കടാ. ശരി, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഹോ, രക്ഷപ്പെട്ടു. ഞാനെങ്ങാനാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ എന്നെ കൊന്നേനെ. ഇതിപ്പോ നീ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മേ, അടി കൊണ്ട് ചോര പൊടിഞ്ഞത് അമ്മയുടെ മോന്റെ ശരീരത്തിൽ നിന്നാ. അതിനുള്ള മറുപടി അമ്മ അവളെ കൊണ്ട് പറയിക്കണം. അത് ഞാൻ ഏറ്റുമോളെ. ഇവനെ വെച്ച് നമ്മൾ അവളെ മുട്ടു കുത്തിക്കും.
നീ തോൽവി സമ്മതിച്ചോ? എന്റെ കൂടെ അഭിനയിക്കാൻ നീ നീലിനെ ഇത്രയും വേഗം സമ്മതിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വേദേ, നീ ഒരു മണ്ടിയാ, മരമണ്ടി. ഇവിടെ തോൽക്കാൻ പോകുന്നതേ നീയാ. ഈ സിനിമയിൽ അഭിനയിക്കാനാ എന്റെ ഭർത്താവ് വന്നത്. ഏട്ടൻ അഭിനയിക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്റെ കൂടെ അഭിനയിക്കേണ്ടത്. അത് സാരമില്ല. നമ്മളൊരു ജോലി ഏറ്റെടുത്താ അത് 100% ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോ ചിലപ്പോ നായകന്മാർക്ക് പട്ടിയുടെയും പൂച്ചയുടെയും കൂടെയൊക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? ഇത് ഞാൻ അങ്ങനെ അങ്ങ് കരുതിക്കൊള്ളാം. പക്ഷേ ഞാൻ അയാളുടെ ആദ്യ കാമുകിയാ. നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അയാളെ തൊട്ടും തലോടിയൊക്കെ അഭിനയിക്കുന്നത് കണ്ട് നിന്റെ ചങ്ക് പൊടിയും. എന്താടി ചിരിക്കുന്നത്? എടി, നീ താലി കണ്ടോ? ഇതിന്റെ പരിശുദ്ധി എന്താന്നറിയോ നിനക്ക്? അതെങ്ങനെയാ? ഒരാളെ പ്രേമിച്ചു, പിന്നെ അയാളുടെ അനിയനെ കെട്ടി, ഒടുവിൽ അയാളുടെ അമ്മയെ കൊന്ന് ജയിലിൽ പോയി. അങ്ങനെയുള്ള ഒരാൾക്ക് അതിന്റെ മഹത്വം പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഒരു മഹത്വം. എന്റെ മുന്നിൽ തോറ്റതിന്റെ നാണക്കേട് മറയ്ക്കാൻ നീ പറയുന്ന വെറും വാക്കാ ഈ താലി മഹാത്മ്യം. നിനക്ക് അങ്ങനെ തോന്നും. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും എന്താണെന്ന് നിനക്കറിയില്ല. മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴവും നിനക്കറിയില്ല. ഈ താലിയും അതിന്റെ വിശുദ്ധിയും അറിയുന്ന ആളാ നീൽ മഹേഷ്. നീയെന്നല്ല, ഏത് രംഭ ഏട്ടന്റെ മുമ്പിൽ അഭിനയിക്കാൻ വന്നാലും ഏട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ. നമുക്ക് കാണാം. ഈ സിനിമ തീരുന്നതിന് മുമ്പ് നീല് തന്നെ നിന്റെ കഴുത്തിന്ന് ഈ താലി വലിച്ചു പൊട്ടിക്കും. നീലിനെ കൊണ്ട് ഞാനത് ചെയ്യിച്ചിരിക്കും. നീ നോക്കിക്കോ. നീ ഒന്ന് നിന്നേ. നീ ഈ പറഞ്ഞതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് പിന്നീട് തന്നോളാം. പക്ഷേ നേരത്തെ ഉള്ള ചില കടങ്ങൾ തീർക്കാനുണ്ട്. നിന്നെ ഞാൻ ഇപ്പൊ നിനക്ക് കിട്ടിയത് എന്തിനാണെന്നറിയോ? അന്ന് കേക്കിൽ ബോംബ് വെച്ച് ഞങ്ങളെ എല്ലാവരെയും കൂടി ഒറ്റയടിക്ക് കൊല്ലാൻ നോക്കിയതിനുള്ളതാ. ഇതിന് നിന്നോട് ഞാൻ പകരം ചോദിക്കൂടി. എന്നാ പിന്നെ ഇതും കൂടി അങ്ങ് പിടിച്ചോ. ഇതെന്തിനാണെന്നറിയോ നിനക്ക്? ആക്സിഡന്റിൽ ഞങ്ങളെ കൊല്ലാൻ നോക്കിയതിന്. ഇപ്പൊ മനസ്സിലായോ സ്വാതി ഒന്നും മറക്കുന്നവളല്ലെന്ന്? പിന്നെ ഞാൻ നിന്നെ അടിച്ചെന്നറിഞ്ഞ അതിന്റെ നാണക്കേട് നിനക്ക് തന്നെയാ. നിന്നെ ബഹുമാനിക്കുന്ന ആളുകൾ നിന്നെ കളിയാക്കി ചിരിക്കും. പിന്നെ ഇവിടെ വച്ചായതുകൊണ്ട് തൽക്കാലം ഇതാരും കണ്ടിട്ടില്ല. അതുകൊണ്ടേ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എന്താടി, തിരിച്ചടിക്കണം നിനക്ക് തോന്നുന്നുണ്ടോ? വാടി. അനങ്ങില്ല നീ. അനങ്ങിയ
ദേ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. എന്താ അത് വേണോ? അപ്പൊ ശരി, തിരിച്ചടിക്കാൻ തോന്നിയാ നീ വാ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാനിത് മനഃപൂർവ്വം തിരിച്ചടിക്കാത്തതാടി. എന്റെ ഉള്ളിൽ മരണം വരെ എരിഞ്ഞു നിൽക്കാൻ ഇത് മതി എനിക്ക്. ഇത് വാങ്ങിയിട്ട് ഞാൻ മിണ്ടാതെ നിന്നത് എന്തിനാണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാവടി.